Hi everyone, this is me, CASAC BENJALI, business coach. And number 5, no attention to the target audience. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ശരി, എന്ത് പ്രോഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾക്കൊരു കോഴ്സുണ്ട്, ചാമ്പ്യൻസ് ക്ലബ് എന്ന് പറയുന്നൊരു കോഴ്സാണ്. ചാമ്പ്യൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 300-ലേറെ വരുന്ന ആളുകൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഭാഗമാകാം. 1.5 വർഷം എപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും 1.5 വർഷം നിങ്ങൾക്ക് കോച്ചിങ് കിട്ടുന്ന ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കോഴ്സ് ഞങ്ങൾ ആർക്കാണ് വിൽക്കുന്നത്? ഈ കോഴ്സ് ആർക്ക് വേണ്ടിയുള്ള കോഴ്സാണ്? ബെഞ്ചാലി ചാമ്പ്യൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓൺട്രപ്രനേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ബിസിനസ് ചെയ്യണം, സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഓൺട്രപ്രനോറിയൽ മൈൻഡ് സെറ്റ്, മണി മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ് സ്കില്ല്, സെല്ലിംഗ് സ്കില്ല്, ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ലോഞ്ച് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമാണ്. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ സൂപ്പറായിട്ട് ഒരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും കിട്ടും. ഇത് നിലവിൽ ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണോ? അല്ല, അവരെ അല്ലത് ഞങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മറിച്ച് നിലവിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നു, സെയിൽസിൽ വർക്ക് ചെയ്യുന്നു, ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരെയാണ്, ഒരു സ്റ്റാർട്ടപ്പുകാരെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിലുള്ള ഫീസ് മാത്രമാണ് അതിന് നമ്മൾ ഈടാക്കുന്നുള്ളൂ. 20,000 പ്ലസ് GST ആണ് 1.5 വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് പ്രോഗ്രാമുള്ള ഫീസ്. ഇത് ഞങ്ങൾ വലിയ രീതിയിൽ 5 കോടിയും 10 കോടിയും 50 കോടിയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിത് ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് ഓൾറെഡി അവരുടെ ലക്ഷ്യം ക്ലിയറാണ്. ഇതിനകത്ത് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഈ ബെഞ്ചാലി ചാമ്പ്യൻസ് ക്ലബ്ബിൽ നമ്മൾ ഒരാളുടെ കഴിവ് കണ്ടെത്തി അയാളുടെ ലക്ഷ്യം കണ്ടെത്താൻ, അയാളുടെ പാഷൻ കണ്ടെത്താനൊക്കെ സഹായിക്കും. മറ്റേ കേസിനകത്ത് അയാൾ ഓൾറെഡി അയാളെ കഴിവ് കണ്ടെത്തി കഴിഞ്ഞു, അയാളുടെ പാഷൻ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു, ആ മേഖലയിൽ അയാൾ ബിസിനസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ബെഞ്ചാലി ചാമ്പ്യൻസ് ക്ലബ്ബ് അല്ല കൊടുക്കുക. ആ ഓഡിയൻസിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ അവിടെ ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. അവർക്ക് ചാണക്യ ബിസിനസ് ക്ലബ്ബാണ്, ചാണക്യ പ്രീമിയം ബിസിനസ് ക്ലബ്ബ്. അതൊരു 5 കോടിയുടെ മേളിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. 5 കോടി മുതൽ ചാണക്യ പ്രീമിയം ബിസിനസ് ക്ലബ്ബിനകത്ത് ഏകദേശം നമുക്ക് 100 കോടി 200 കോടിയൊക്കെ അല്ലെങ്കിൽ 300 കോടിയൊക്കെ ടേൺ ഓവറിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ചാണക്യയിൽ അംഗങ്ങളാണ്. 5 കോടി മുതൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആർക്കും ചാണക്യയിൽ അംഗമാകാം. ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകേണ്ടത്, ഓരോരുത്തരും കൃത്യമുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, മാർക്കറ്റിൽ വിന്നിങ് എഡ്ജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി എങ്ങനെ സെറ്റ് ചെയ്യണം, കോമ്പറ്റീഷൻ എങ്ങനെയാണ് നിങ്ങൾ വിൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിച്ച് ഇപ്പോൾ ഒരു 100 കോടി ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ 2000 കോടി 3000 കോടിയിലേക്ക് അടുത്ത 5 വർഷം കൊണ്ട് എങ്ങനെ എത്താമെന്നുള്ള സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അത് വളരെ വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, വലിയ രീതിയിൽ സ്കെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാമാണ്. അതൊരു വർഷം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ 2 കോഴ്സിൻ്റെയും ഓഡിയൻസ് ഡിഫറൻ്റ് ആണ്. ഇതിനിടയിലുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയുള്ള കോഴ്സ് വേറെയാണ്. അപ്പോൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ജസ്റ്റ് തുടങ്ങിയിട്ട് സർവൈവൽ മോഡിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഒരു പരിധി വരെ വിജയിച്ച് ഇനി സൂപ്പർ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ, ഈ 3 കോഴ്സിൻ്റെയും ഓഡിയൻസ് വേറെയാണ്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊരു പ്രോഡക്റ്റും എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ല. ഇപ്പോൾ ബേഴ്സഡസ് ബെൻസ് കുറേ സീരീസ് ഓഫ് വണ്ടികൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ GLA ആണ് ഇറക്കുന്നത്, അല്ലെങ്കിൽ GLC ആണ് നിങ്ങൾ ഇറക്കുന്നത്, അതല്ലെങ്കിൽ GLS ആണ് ഇറക്കുന്നത്. ഇത് ഓരോ കാറ്റഗറിയുള്ള വണ്ടികളാണ്, ഓരോ ടൈപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഓരോ റവന്യൂലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഓരോ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇത് എല്ലാവർക്കും എല്ലാം ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണ് എന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ വലിയ രീതിയിൽ സക്സസ് ആക്കാൻ പറ്റും. പരാജയപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനും പറ്റും. കാരണം ടാർഗറ്റ് കസ്റ്റമേഴ്സിന് അറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് പ്ലാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കാം, സെല്ലിംഗ് പ്ലാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കാം, വീഡിയോ ഉണ്ടാക്കുന്ന അവർക്ക് വേണ്ടിയാകാം, പോസ്റ്റർ ഉണ്ടാക്കുന്ന അവർക്ക് വേണ്ടിയാകാം. അവരോട് നിങ്ങൾ സംസാരിക്കേണ്ട എങ്ങനെയെന്നുള്ള ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പരാജയത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ആൻഡ് നമ്പർ 6, നോ ഡിഫറൻസിയേഷൻ. പലരും വന്നിട്ട് ഈ എടെക് ബൂം, ബൈജൂസ് വളരെ വലിയ രീതിയിൽ സക്സസ് ആയ സമയത്ത് ഒരുപാട് ഓൺട്രപ്രനേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്, സൂപ്പർ ഐഡിയ ആണ്. എന്താണ് ഐഡിയ മറ്റൊന്നുമില്ല, ബൈജൂസിനെ പോലെ കേരളത്തിലെ സിലബസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എടെക് കമ്പനി ആ സമയത്ത്, പ്രത്യേകിച്ചും കോവിഡിൻ്റെ സമയത്ത് കൂണ് പോലെയാണ്. എല്ലാ ഗ്രാമങ്ങളിലും എടെക് കമ്പനി എന്ന രീതിയിൽ എടെക് കമ്പനീസ് ഇങ്ങനെ വളരെ വലിയ രീതിയിൽ ഇങ്ങനെ കുതിച്ചു പൊങ്ങിയൊരു കാലമാണ്. എന്നാൽ എല്ലാ എടെക് കമ്പനീസിനും ഓൾമോസ്റ്റ് സിമിലാരിറ്റിയാണ്. അവർ പറയുമ്പോൾ വലിയ രീതിയിലൊക്കെ ഡിഫറൻസ് പറയുമെങ്കിലും
കസ്റ്റമർക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡിഫറൻസിയേഷൻ. അപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷനുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന വലിയ പാതകമൊന്നുമല്ല കേട്ടോ. എക്സിസ്റ്റിംഗ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ച് ബിസിനസ് പരാജയപ്പെടാനും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ എക്സിസ്റ്റിംഗ് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്ലേയേഴ്സ് ഉള്ളൊരു മാർക്കറ്റിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ മറക്കാതിരിക്കുക, ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ടെക്നോളജിയിൽ ഇപ്പോൾ നമ്മൾ സലിംകുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം, ദ്വിമുദ്ര, ഏകമുദ്ര, ത്രിമുദ്ര എന്ന് പറയുന്ന പോലെ കസ്റ്റമർക്ക് മനസ്സിലാവാത്ത ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഡിഫറൻസിയേഷൻ കൊണ്ടുവരുമ്പോൾ അത് ആദ്യം ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാവേണ്ടത് കസ്റ്റമർക്ക് ഈ ഡിഫറൻസിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ ടെക്നോളജിക്കകത്ത് ബാക്കെൻഡിൽ നിങ്ങൾ ഭയങ്കരമായ ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നു, ഒരു കാര്യമില്ല. കസ്റ്റമർക്ക് ഈ സാധനം മനസ്സിലാകുന്നിടത്താണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്പർ 7 നോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓഫ് കോഴ്സ് പല ബിസിനസ്സുകാരും പരാജയപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് തന്നെ കുറേ ബിസിനസ്സിൻ്റെ കേസ് സ്റ്റഡീസ് പഠിക്കേണ്ടായി, ഒരുപാട് ബിസിനസ്സിൻ്റെ കേസ് സ്റ്റഡീസ് പഠിക്കേണ്ടായി. ഈവൻ സ്റ്റാർട്ടപ്പിന് ഇനീഷ്യലായിട്ട് വലിയ ഫണ്ട് കിട്ടിയ സ്ഥാപനങ്ങൾ പോലും ഉണ്ട്. വലിയ ഫണ്ട് കിട്ടിയ സ്ഥാപനങ്ങൾ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ക്ലാരിറ്റി ഇല്ലായ്മ. ഇപ്പോൾ ബൈജൂസിൻ്റെ അടക്കം പലയിടത്തും ആർട്ടിക്കിൾസിൽ വരുന്നത് ബൈജൂസിന് സംഭവിച്ചു തന്നെയാണ്. വലിയ രീതിയിൽ ഫണ്ട് വന്നു, പക്ഷേ ആ ഫണ്ടിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത അക്വിസിഷനിലേക്ക് പോകുന്നു, ആവശ്യമില്ലാത്ത പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബൈജൂസിൻ്റെ കേസ് മാത്രമല്ല, മിക്കവാറും ഫണ്ട് കിട്ടി വലിയ രീതിയിൽ ഫൈനാൻസ് കിട്ടിയ സ്ഥാപനങ്ങൾ പോലും ഈ ഫണ്ടിനെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഫൈനാൻസ് മാനേജ് ചെയ്യാനുള്ള കഴിവ്. സെയിൽ ഇല്ലാത്തത് കൊണ്ടല്ല പല ബിസിനസ്സും പൊട്ടിപ്പോയത്. വരുന്ന ഫണ്ടിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. എവിടേക്കാണ് എത്ര ശതമാനം ഗ്രോത്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ശതമാനം റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ശതമാനം R&Dക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ നിങ്ങളുടെ ഓരോ നേച്ചർ ഓഫ് ബിസിനസ്സിനും ഡിഫറൻ്റ് ആണ്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. അറിയില്ലെങ്കിൽ ഇത് പഠിക്കാം. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയില്ല, കുഴപ്പമൊന്നുമില്ല. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, എക്സ്പെർട്ടുകളുണ്ട്, കോച്ചിങ് പ്രോഗ്രാമുകളുണ്ട്. യു ക്യാൻ ബി പാർട്ട് ഓഫ് ഇറ്റ്. സോ അതൊരു ബിസിനസ്സിൻ്റെ സക്സസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്പർ 8 നോ കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാമായി എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഞാൻ ഡെയിലി ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു 3 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്ന ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമിനകത്ത് ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. 100 കോടിയും 200 കോടിയും 300 കോടിയൊക്കെ ബിസിനസ് ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ 5ഉം 6ഉം രാജ്യങ്ങളിൽ 10ഉം 20ഉം ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സായ ആളുകൾ രാവിലെ 6:30 മണിക്ക് നല്ല കുട്ടികളെ പോലെ പേനയും പേപ്പറൊക്കെ എടുത്ത് വന്നിരിക്കാറുണ്ട് എൻ്റെ ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ്ങിന് എല്ലാ ദിവസവും. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. വലിയ രീതിയിൽ വീട്ടിൽ റോൾസ് റോയ്സ് കാറുകളുണ്ട്, GLS എന്ന് പറയുന്ന വലിയ കാറുകളുണ്ട്, ഒരുപാട് ആൾക്കാർ 300-400 എംപ്ലോയീസ് ഉണ്ട്, വിളിച്ചാൽ വെളിപ്പുറത്ത് വരാനിരിക്കുന്ന ആളുകൾ, ഒരുപാട് സെക്രട്ടറിമാർ എല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൈനയിലും അമേരിക്കയിലും ഇറ്റലിയിലും ഒക്കെ ഓഫീസുള്ള ആളുകൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട് ഞങ്ങളുടെ ചാണക്യ പ്രീമിയം കോച്ചിങ്ങിനകത്ത്. പക്ഷേ അവരിപ്പോഴും രാവിലെ 6:30 മണിക്ക്, ഇപ്പോൾ സൗദിയിലേക്കുള്ള എനിക്ക് ക്ലയൻ്റ് ഉണ്ട്, സൗദിയിൽ 6:30 മണിക്ക് എന്ന് പറയുന്നത് അവിടുത്തെ 4 മണിക്കാണ്. 4 മണിക്ക് 3:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് 1.5 മണിക്കൂർ ഞങ്ങളതിലുള്ള കോച്ചിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പേപ്പറും പേനും എടുത്തിട്ടിരിക്കും. കാരണം അദ്ദേഹം കണ്ടിന്യൂസ് ലേണിംഗ്. അയാൾക്കറിയാം അയാളുടെ ലേണിംഗ് അവസാനിച്ചാൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നുമല്ല, 8ാം ക്ലാസ്സും കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയതാണ്. പിന്നെ അവിടെ നിന്ന് ബിസിനസ് ബിൽഡ് ചെയ്ത് വലിയ രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്ത ആളുകളാണ്. പക്ഷേ പേപ്പറും പേനയും എടുത്ത് രാവിലെ നല്ല കുട്ടികളെ പോലെ ഇരുന്ന് നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത് എന്തൊരു അച്ചടക്കമാണ്. പറഞ്ഞാൽ കറക്റ്റ് അസൈൻമെൻറ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. തിരക്കാണെങ്കിൽ പറയും, സർ ഞാൻ ഇന്ന കാര്യത്തിൽ തിരക്കായിരുന്നു, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും. എന്നിട്ട് ബിസിനസ്സിനെ എങ്ങനെയാണ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്, ബിസിനസ്സിന് എങ്ങനെയാണ് 300 കോടിയിൽ 3000 കോടി എത്തേണ്ടത്, ഇത് പഠിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്കറിയാം അവരെല്ലാം തികഞ്ഞവരല്ല. ഒരു ഓൺട്രപ്രണർക്ക് ആദ്യം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് മെത്തേഡാണ്. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഓരോ പഠനവും എനിക്ക് നൽകുന്നത്. ഞാൻ ഓരോ പുസ്തകം വായിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയാത്ത 100 കണക്കിന് കാര്യം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് നിങ്ങളുടെ ബിസിനസ്സിനെ വളരാൻ സഹായിക്കും. നിങ്ങൾ ലേണിംഗ് എവിടെ സ്റ്റേപ്പ് ചെയ്തോ. കാരണം ഇന്ന് സംസാരിച്ച രീതിയല്ല നാളെ നിങ്ങൾ കസ്റ്റമറോട് സംസാരിക്കേണ്ടത്. ഓരോ 3 മാസവും കസ്റ്റമർ ബിഹേവിയർ മാറുന്നുണ്ട്, ഓരോ 3 മാസവും മാർക്കറ്റിലെ ട്രെൻഡ് മാറുന്നുണ്ട്, ഓരോ 3 മാസവും ടെക്നോളജി മാറുന്നുണ്ട്. ഇതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസം നിങ്ങൾക്കില്ലെങ്കിൽ, ബിസിനസ്സിന് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, സ്കെയിലപ്പ് ചെയ്യേണ്ടത് പഠിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓൺട്രപ്രണറുടെ അറിവ് ഇല്ലായ്മയാണ് ബിസിനസ് പരാജയത്തിൻ്റെ മറ്റൊരു കാരണം. സോ
ഈ 8 കാരണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ബിസിനസ് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ. എന്നാൽ പോലും വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലെ 8 എണ്ണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഈ പറയുന്ന ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്നതിൽ ഈ പറയുന്ന പരാജയ കാരണങ്ങൾ ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കുക. മാത്രമല്ല, ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൻ്റെ ഏത് സ്റ്റേജിലുള്ള ആളാണെങ്കിലും ശരി, ഞങ്ങളുടെ കോച്ചിങ് ക്ലബ്ബിൽ നിങ്ങൾക്ക് അംഗമാകാം. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമുണ്ട്, ബെഞ്ചാലി ചാമ്പ്യൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന 1.5 വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് പ്രോഗ്രാമാണ്. കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. 20,000 പ്ലസ് GST മാത്രമാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് 1.5 വർഷത്തേക്ക്. രണ്ടാമതൊരു പ്രോഗ്രാമുണ്ട്, ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്. ഇത് ഒരു കമ്മ്യൂണിറ്റി കോച്ചിങ് പ്രോഗ്രാമാണ്. ഇതിലൂടെ ഇത് ബിസിനസ് ഓൾറെഡി തുടങ്ങി, എന്നാൽ ബിസിനസ് വലിയ രീതിയിൽ എത്തിയിട്ടില്ല, ബിസിനസ് ഒരു സർവൈവൽ സ്റ്റേജിലാണ്, ലാഭത്തിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മിനിമം ലാഭത്തിൽ പോകണം, വലിയ ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല, ഒരു ടീമൊന്നും ഒറ്റയ്ക്ക് ബിൽഡ് ആയിട്ടില്ല. ഇങ്ങനെയുള്ള ബിസിനസ്സുകാർക്ക് എങ്ങനെയാണ് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിസിനസ്സിനെ ഉയരത്തിലേക്ക് എത്തിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമാണ്. ഇതിനാകെ ഫീസ് വരുന്നത് ഒരു വർഷത്തേക്ക് 40,000 പ്ലസ് GST ആണ് ഇപ്പോഴുള്ള ഫീസ് കേട്ടോ. 40,000 പ്ലസ് GST അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഈ കോച്ചിങ് ക്ലബ്ബിൽ നിങ്ങൾക്ക് അംഗമാകാം. പിന്നെ വളരെ വലിയ രീതിയിലേക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യണം. 5 കോടിയുടെ മുകളിൽ നിങ്ങളുടെ ബിസിനസ് ഉണ്ട്. 5 കോടിയുടെ മുകളിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ 1 കോടിക്ക് മുകളിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു 100 കോടിയിലേക്ക് 1000 കോടിയിലേക്ക് എത്തണം. ടീമിനൊന്നും കൂടെ വൈഡ് ആക്കണം. 300ഓളം സ്റ്റാഫ് ഉണ്ട്, അല്ലെങ്കിൽ 100 സ്റ്റാഫ് ഉണ്ട്, 50 സ്റ്റാഫ് ഉണ്ട്. ഇവർ വലിയ രീതിയിൽ എത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു 1000 കോടിയിലേക്ക് ബിസിനസ്സിൻ്റെ ടേൺ ഓവർ എങ്ങനെ ഉയർത്താമെന്നൊക്കെ പഠിക്കാനും സ്ട്രാറ്റജൈസ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റുന്ന പ്രീമിയം ബിസിനസ് കോച്ചിങ് ആണ് ചാണക്യ പ്രീമിയം ബിസിനസ് ക്ലബ്ബ്. ഇതിന് 1.5 ലക്ഷം രൂപയാണ് ഇതിന് ഫീസ് വരുന്നത്, പ്ലസ് GST ആണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ബിസിനസ് ലേണിങ്ങിലൂടെ നിരന്തരമായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യുന്ന വഴി നിങ്ങളുടെ ബിസിനസ് വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ബെഞ്ചാലി അക്കാഡമി ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ സൊല്യൂഷനുകൾ കൊടുത്തുകൊണ്ട് ഓരോ ബിസിനസ്സുകാരനെയും വലിയ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. സോ നിങ്ങൾക്ക് ഇനി ഇതൊന്നും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ല, ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ബിസിനസ്സുകാർക്ക് ആവശ്യമായുള്ള ഫ്രീ ബിസിനസ് ലെസനുകൾ, ഹൈ ക്വാളിറ്റിയുള്ള ബിസിനസ് ലെസനുകൾ ഇനി വരുന്ന ഓരോ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് എവറി വൺ. ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഇസ് മീ CASAC BENJALI, the real business coach. Thank you.